വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബക്ക് 21. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫൈദൻ ഖതഅൽ ബൗലു, മൂത്രം മുറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മസഹ ബിയദിൽ യുസ്റ, അവൻ്റെ ഇടത് കൈ കൊണ്ട് അവൻ തടവണം. മിൻ ദുബുരിഹി ഇലാ റഅസി ദക്രിഹി, അവൻ്റെ പിന്തോര മുതൽ അവൻ്റെ ദക്കറിൻ്റെ ലിംഗത്തിൻ്റെ തലവരെ. എന്നിട്ടോ വനസറഹു സലാസൻ ബിലുത്തുഫിൻ, മയത്തോടുകൂടെ 3 പ്രാവശ്യം അതിനെ പിയുകയും ചെയ്യണം, അഥവാ കുടയുകയും ചെയ്യണം. ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂത്രത്തിന് തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് കുടയുക. മനസ്സിലായോ? വലാ യബൂലു ഖായിമൻ, എന്നവനായ നിലയിൽ അവൻ മൂത്രമൊഴിക്കരുത്. ബിലാ ഉദ്രിൻ, ഒരു കാരണവും കൂടാതെ, ഒരു കാരണമില്ലാതെ വെറുതെ ഒന്ന് മൂത്രമൊഴിക്കാൻ പറ്റുമോ? അത് ശരിയല്ല. എന്നാൽ എന്തെങ്കിലും ഒത്തിരി കാരണമൊക്കെ ഉണ്ടെങ്കിൽ തെറിക്കുമെന്ന് പേടിയോ മറ്റു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് മൂത്രമൊഴിക്കാം, അല്ലാതെ ഒന്ന് മൂത്രമൊഴിക്കരുത്. വലയസ്തഞ്ചി, മനോഹരം ചെയ്യരുത്. ബിൽമായി, വെള്ളം കൊണ്ട്. ഫി മൗദിഇഹി, അതേ സ്ഥലത്തിൽ. ഇൻ ഖാഫ തർശീശൻ, തെറിക്കെല്ലാവനും പേടിച്ചാൽ. ഒരു സ്ഥലത്ത് അവിടെ അതേ സ്ഥലത്ത് മനോരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്ത് ചെയ്യും? അത് തെറിക്കും, വസ്ത്രത്തിലാവും, പിന്നെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാവും, പിന്നെ വസ്ത്രം നേസമാവും. ഇങ്ങനെ ഈ തെറിക്കലിനെ പേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? മനോഹരം ചെയ്യാൻ പാടില്ല. ഫലാ യംതഖിലു ഫിൽ മറാഹിളി, പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തിൽ, മലമൂത്ര വിസർജനത്തിന് പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തിൽ അവൻ നീങ്ങേണ്ടതില്ല. വയബഉദു, അവൻ വിദൂരത്താകണം. ഫി സ്വഹറായി, മരുഭൂമിയിൽ കുറച്ച് ദൂരത്ത് പോകണം. എന്നിട്ടോ വയസ്തുറു, അവൻ മറയുകയും ചെയ്യണം. ജനങ്ങളെ കാഴ്ചയെ തൊട്ടൊക്കെ എന്ത് ചെയ്യുക? ജനങ്ങൾ നോക്കിയാൽ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക? വിദൂരത്ത് പോവുക, ഒരു തൊട്ടൊക്കെ മറയുക. വലാ യബൂലു ഫി ഹുജ്രിൻ, മാളത്തിൽ മൂത്രമൊഴിക്കരുത്. മാളത്തിൽ പോയി മൂത്രമൊഴിക്കുക അത് ശരിയല്ല. മൗദി സുൽബിൻ, നല്ല ഉറച്ച സ്ഥലത്തിൽ. അതുപോലെ മഹബിരീഹിൻ, കാറ്റടിച്ച് വീശുന്ന സ്ഥലം, ഇവിടെ മൂത്രമൊഴിക്കരുത്. മൗരിദിൻ, വെള്ളം വീഴുന്ന സ്ഥലം. മുതഹദ്ദിസിൻ നാസി, ജനങ്ങൾ സംസാരിക്കുന്ന സ്ഥലം, ജനങ്ങളൊക്കെ സ്വറ പറയുന്ന സ്ഥലം ഉണ്ടാവും, അവിടെ പോയി മൂത്രമൊഴിക്കാൻ പാടില്ല. അതുപോലെ ത്വരീഖിൻ, വയ്യിൽ മൂത്രമൊഴിക്കരുത്. തഹത്ത ഷജറത്തി മുസ്മിറത്തിൻ, ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, അവിടെ പോയി മൂത്രമൊഴിക്കരുത്. ഇന്ദ കബരിൻ്റെ അടുക്കൽ മൂത്രമൊഴിക്കരുത്. അഭിമാൻ റാക്കിദിൻ, കെട്ടിക്കുന്ന വെള്ളത്തിൽ പോയി മൂത്രമൊഴിക്കരുത്. അതുപോലെ കലീലിൻ ജാരിൻ, കുറഞ്ഞൊഴുകുന്ന വെള്ളം ഉണ്ടാവും, കുറച്ച് ഒഴുകുന്ന വെള്ളം, അവിടെ പോയി മൂത്രമൊഴിക്കരുത്. മുസ്തഖ്ബിൽ ഷംസി വൽ ഖമരി വബൈത്തിൽ മുഖദ്ദസി, അല്ലേ? മുസ്തഖ്ബിൽ ഷംസി, സൂര്യനെ മുന്നിട്ട്, വൽ ഖമരി, ചന്ദ്രനെ മുന്നിട്ട്, ബൈത്തുൽ മുഖദ്ദസിനെ മുന്നിട്ട്, ഇവിടെ നിന്ന് മൂത്രമൊഴിക്കരുത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? ഇവിടെയൊക്കെ മൂത്രമൊഴിക്കാതെ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഓർത്ത് വെക്കണം. ഇനി അടുത്ത ചർച്ച, മൂത്രമൊഴിക്കൽ ഹറാമാക്കും, കാഷ്ടിക്കൽ മൂത്രമൊഴിക്കലൊക്കെ ഹറാമാക്കും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.